Frozen, colder than ice. Hating you was the only war, and I can't stop loving you, darling. Only mine, mine, mine love. ധ്രുവ, 2 ദിവസം കഴിഞ്ഞു. ഇനിയെങ്കിലും നീ എന്നോടൊന്ന് മിണ്ട്. ഈ 2 ദിവസമായിട്ട് അവൾ ഇവിടെ വന്നിട്ടില്ല റോക്കി. അവക്കെന്താ പറ്റിയതെങ്കിലും അന്വേഷിക്കണ്ടേ? എവാന, ഹായ്. നീ എവിടെയായിരുന്നു 2 ദിവസം? എൻ്റെ വീട്ടിൽ. 2 ദിവസവും? അതെന്താ, എനിക്ക് എൻ്റെ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ പറ്റില്ലേ? ഇവിടെയല്ലേ വരാൻ പറ്റാതുള്ളൂ. അങ്ങനല്ല, നീ സാധാരണ കാടോടി കിടക്കല്ലേ. വീട്ടിലിരിക്കാൻ നിനക്ക് എവിടെയാ സമയം? അതുകൊണ്ട് ചോദിച്ചതാ. എടി നീ എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നോടെ നിന്നെ. റോക്കിയായിട്ട് വഴക്കായോണ്ട് ഇങ്ങ് വാ, ഇവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. റോക്കി അന്നങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. അവൻ ജനിച്ചപ്പോഴും അവൻ്റെ അമ്മ മരിച്ചു പോയത്. പിന്നെ അവനെ നോക്കിയതൊക്കെ എൻ്റെ അമ്മയായിരുന്നു. ഒരു 10 വയസ്സ് വരെയൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും പോയി. പിന്നെ അവനെ ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന തുണികളിൽ നിന്ന് അവനവൻ്റെ അമ്മയുടെ മണം അറിയുന്നത്. അവൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമുണ്ട്. അതവൻ പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് കിടക്കുക. കഴിഞ്ഞ ദിവസം ആ മണം എങ്ങനെയോ അവന് നിൻ്റെ നിന്ന് കിട്ടി. അവൻ വിചാരിച്ചു നീ ആ പെർഫ്യൂം എടുത്തടിച്ച് കാണുമെന്ന്. അവനതല്ലാതെ വേറെ ഒന്നുമില്ല അവൻ്റെ അമ്മ ഓർക്കാൻ. ആ നീ എടുത്ത് അടിച്ചു കാണുമെന്ന് വിചാരിച്ചിട്ടാ അവനീ കാണുന്ന ഇതൊക്കെ ഉള്ളൂ. ഉള്ളുകൊണ്ട് പാവോ. എനിക്ക് അവനോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഇപ്പോഴും നിന്റെ പിണക്കമൊന്നും മാറിയില്ല. അവൻ 2 ദിവസം കൊണ്ട് നിന്നെ കണ്ട് സോറി പറയാൻ വേണ്ടി നിൽക്കുക. എന്നോട് എന്തിനാ സോറി പറയുന്നത്? ഞാനല്ല ഇവിടെ മിസ്റ്റേക്ക് ചെയ്തത്. ഇവിടെ നീ എന്ത് തെറ്റാ ചെയ്തത്? നിനക്കത് അവൻ്റെ അമ്മയുടെ പെർഫ്യൂമാണെന്ന് അറിയില്ലായിരുന്നു. നീ ആ പെർഫ്യൂം കണ്ടിട്ട് പോലുമില്ല ഇവിടെ. പിന്നെ എങ്ങനെയാണ് നിൻ്റെ മിസ്റ്റേക്ക് ആവുന്നത്? പിന്നെ നിന്നോട് എന്തിനാ സോറി പറയുന്നതെന്ന് ചോദിച്ചാൽ തെറ്റും ശരിയും തിരിച്ചറിയാതെ നിന്നെ അവൻ തല്ലി. അത് തെറ്റ് തന്നെയല്ലേ? അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇനി ഞാൻ അവനോട് മിണ്ടണമെങ്കിൽ നിന്നോട് സോറി പറയണമെന്ന്. പാവം 2 ദിവസമായിട്ട് നീ വരുന്നത് നോക്കി നിൽക്കുക. ഓ, അല്ലാതെ എന്നോട് ശരിക്കും സോറി പറയണമെന്നുണ്ടായിട്ടല്ല. കാർന്നോറ് മിണ്ടാൻ വേണ്ടിയിട്ടാ. വേണ്ട, എനിക്ക് ആ സോറിയുടെ ആവശ്യമില്ല. ഇവാന, എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു. എന്താ? എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു. വീട്ടുകാർ അവരെല്ലാം തീരുമാനിച്ചു വെച്ചേക്കുക. എന്നിട്ട് നീ സമ്മതിച്ചോ? എനിക്കവിടെ ചോയ്സ് ഇല്ലല്ലോ. ഓക്കെ, ഇവാനയുടെ മാരേജ് ഫിക്സ് ചെയ്തൊന്നു. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. റോക്കി, ഇവനിതെന്തുവാ?
ആവശ്യം? നീ ഇത് കുടിക്കാൻ. ഇവാന, നീ ഇതിൽ ഹാപ്പിയാണോ? എന്നെ നോക്ക്. നിനക്ക് റോക്കിയെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാം കിട്ടില്ലല്ലോ അല്ലേ? എവാന, സത്യം പറയാലോ, നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എന്തോ പോലെ. ഞാനെന്ത് പറയാനാ? എന്തോ വല്ലതരം മരവിച്ച അവസ്ഥ പോലെ. നിനക്ക് അവനോട് ദേഷ്യമാണോ? ദേഷ്യം എന്തിന്? സ്നേഹം ഒരിക്കലും പിടിച്ചു നീങ്ങാൻ കഴിയില്ലല്ലോ. ഞാൻ ചെറുതായിട്ടൊന്ന് വാശി പിടിച്ചു വാങ്ങിക്കാൻ നോക്കി. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നടന്നില്ല. ചിലപ്പോൾ ഒന്നുകൂടെ മാഞ്ഞു പിടിച്ചാൽ കിട്ടുമായിരിക്കും. അല്ലേ കാരണവരെ? നിനക്ക് നിന്റെ വീട്ടിൽ പറഞ്ഞൂടെ കല്യാണത്തിൻ്റെ സമ്മതമല്ലെന്ന്? നീ ഒന്ന് ഉറച്ച് സംസാരിച്ച അവരെ നിർത്തിവെക്കില്ലേ? ഞാൻ പറഞ്ഞില്ലെന്നാ വിചാരിക്കുന്നേ? ഞാൻ എപ്പോഴെന്തിനാ ഈ കാടോടി നടക്കുന്നതെന്നറിയോ? എനിക്ക് വീട്ടിൽ പോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാ. അവിടെ എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഒളിച്ചിട്ടാണെങ്കിലും ഞാൻ പുറത്തിറങ്ങും. പുറത്തിറങ്ങിയ പിന്നെ എനിക്ക് സ്വർഗ, ഒന്നും അറിയണ്ട. അതിനിടയ്ക്ക് വഴക്കൊക്കെ കിട്ടും. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും പുറത്തിറങ്ങും. എപ്പോഴും അങ്ങനെ അകത്തിരുന്നാൽ ശരിയാവില്ലല്ലോ. എൻ്റെ അച്ഛൻ ഒരിച്ചിരി കടുംപിടുത്തമുള്ള ആളാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ആരും പറഞ്ഞ് കേൾക്കത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് നിന്നുവരുമായിരിക്കും. ഇങ്ങോട്ട് നോക്ക്. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി എൻ്റെ അടുത്തോട്ട് വന്നോ. നിന്നെ കേൾക്കാൻ ഇവിടെ ഞാനുണ്ടാവും. വിഷമിക്കുകയേ വേണ്ട. ഇനി അഥവാ നിന്റെ തന്തപ്പടി നിന്നെ നിർബന്ധിച്ച് കെട്ടിക്കാൻ നോക്കുവാണെങ്കിൽ എന്നെ ഒരു വിളി വിളിച്ചാൽ മതി. അവിടെ വന്ന് നിൻ്റെ അപ്പൻ്റെ കാല് തല്ലി ഓടിച്ചിട്ടായാലും നിന്നെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരും. ഓക്കെ? സത്യം പറയട്ടെ, എനിക്ക് കാരണവരെ കാണുമ്പോൾ എൻ്റെ ഏട്ടനെ ഓർമ്മ വരും. ഏട്ടനോ? നിനക്ക് ഏട്ടനും ഉണ്ടോ? എനിക്കൊരു ഏട്ടൻ കൂടെ ഉണ്ട്, ഇവാൻ. പക്ഷേ പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അതെന്താ? അതൊരു വലിയ കഥയാണ്. പിന്നൊരിക്കൽ പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം എൻ്റെ ഏട്ടനെ ഓർക്കാൻ ഇതുണ്ട്. ഇതെനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഏട്ടൻ തന്നതാണ്. കാരണവർ പറഞ്ഞില്ലേ, റോക്കി ചേട്ടൻ അമ്മയെ ഓർക്കാൻ
ആ പെർഫ്യൂമാണുള്ളതെന്ന്. അതുപോലെ എനിക്കെൻ്റെ ഏട്ടനെ ഓർക്കാൻ ദാ ഇതേ ഉള്ളൂ. ഹലോ, എപ്പോ? എന്നിട്ട് ഇപ്പോഴാണോ വിളിച്ച് പറയുന്നേ? ഞാൻ എന്താ വരുന്നു. ധ്രുവ വാ, വേഗം കോളനിയിലോട്ട് പോകണം, അവിടെ കുറച്ച് അത്യാവശ്യമുണ്ട്. എന്താടാ? ഒക്കെ പറയാ, നീ വാ. അല്ല ഇവള് കാർന്നോരെ ഞാനും കൂടെ വന്നോട്ടെ. വാ. എന്താ ഇവിടെ പറ്റിയേ? അത് എടാ, ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഇവിടെ ഒരു കൊലപാതകം നടന്നു. പോലീസുകാർ പെട്ടെന്ന് തന്നെ വന്നിരുന്നു. അവരെന്തൊക്കെയോ തെളിവുകൾ ശേഖരിച്ചിട്ട് തിരിച്ചുപോയി. ആരാ എന്താണെന്നൊന്നും ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. 2 ദിവസം മുമ്പ് ആ സെഹറിൻ്റെ ആൾക്കാർ വീണ്ടും വന്നിരുന്നു. ഇവിടെ മൊത്തം പ്രശ്നമുണ്ടാക്കി. ഇപ്പതാ ഒരാളെ കൊന്നു. ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് മാത്രമേ അറിയൂ, അയാൾക്ക് വേണ്ടത് നിന്നെയാ. ഏതവനാ ഇത്രയും പ്രശ്നം? എന്നോടാണ് പ്രശ്നമുള്ളെങ്കിൽ അതെന്നോട് തീർത്താ പോരെ? എന്തേലും കിട്ടിയോ ധ്രുവ? ഇതാ നോക്ക്. നിന്റേതായിട്ടുള്ളതെല്ലാം ഞാൻ നിന്നിൽ നിന്ന് തട്ടിയെടുക്കും. നീ സ്നേഹിക്കുന്ന എല്ലാത്തിനെയും ഞാൻ വേദനിപ്പിക്കും. സെഹർ, റോക്കി, നമ്മുടെ പിള്ളേരെ വിട്ടിട്ട് ഞാൻ അന്വേഷിച്ച് വെച്ചിട്ട് ഇതുവരെ പ്രശ്നം ഉണ്ടാക്കിയ എല്ലാവരെയും അവർ പോയി കണ്ടിരുന്നു. നിന്നോട് ഇത്രയും വൈരാഗ്യമുള്ള ആരും ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കെന്തോ ഈ കത്തും കൂടെ ഒക്കെ കാണുമ്പോൾ എന്തോ പോലെ. നീ സമാധാനപ്പെടി, ഇവൻ ആരായാലും നമുക്ക് കണ്ടുപിടിക്കാം. അവൻ കയറി നമ്മുടെ കോളനിയിലുള്ളവരെ തൊടാൻ തുടങ്ങിയിട്ടു. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് അവൻ 2 പ്രാവശ്യം നമ്മുടെ ആൾക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പതാ ഇതൊരു നിസ്സാര കാര്യമല്ല. ഈ കത്ത് ഇത് പോലീസുകാർക്ക് എന്താ കിട്ടാറുന്നത്? അറിയില്ല. എനിക്കിത് അവിടെ കല്ലിൻ്റെ അടിയിലാണ് കിട്ടിയത്. പക്ഷേ പോലീസുകാർ അത്യാവശ്യം നല്ല രീതിക്ക് ഇതൊക്കെ അന്വേഷിക്കുന്നതല്ലേ. ഈ കത്ത് കിട്ടേണ്ടതാണ്. ഇനി അവരാരെങ്കിലും നമ്മളൊന്ന് കാണണമെന്ന് പറഞ്ഞവിടെ വെച്ചിട്ട് പോയതാണെങ്കിൽ പോലീസുകാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതവൻ എന്നെ ഉദ്ദേശിച്ച് തന്നെ അവിടെ വെച്ചതാ, ഞാൻ കാണാൻ വേണ്ടി മാത്രം. നിന്നെ ഞാൻ കണ്ടുപിടിക്കും സെഹർ. ഇനി ഒരിക്കൽ കൂടി നീ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ തൊട്ട. ധ്രുവ, എടാ ഒരു മിനിറ്റ്. നീ എന്തു എന്നെ വിളിച്ചേ? ധ്രുവാന്നോ? എന്തു പറ്റി? കാർന്നൂരോടെയൊക്കെ നിർത്തിയോ? അതൊന്നുമില്ല. ഇത്രയും ആൾക്കാരുടെ മുമ്പ് വെച്ച് വെറുതെ എന്തിനാ നാണം കിടത്തുന്നതെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വിളിച്ചതാ. വേണമെങ്കിൽ ഞാൻ മാറ്റാം. സിറ്റുവേഷൻ എത്ര മോശമാണെങ്കിലും ആ നാട്ടിലൊരു കുറവില്ല. നല്ല കാര്യം. എപ്പോഴും ഇങ്ങനായിട്ട് ഇരിക്കണം കേട്ടോ. അല്ലാതെ മറ്റേല്ലാം മൂടിപ്പൊതിച്ച് ഒരുമാതിരി നിന്റെ വൈബിന് അത് ശരിയാകത്തില്ല. ഓക്കെ? റോക്കി ചേട്ടൻ ഓക്കെ ആണോ? എന്തോ ഇവിടെ ശരിക്കും പ്രശ്നം? അതൊന്നുമില്ല. ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചു. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പോലീസൊക്കെ വന്നു നോക്കിയിട്ട് പോയിട്ടേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഹേയ്, എന്ത് പ്രശ്നം? ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നീ പേടിക്കണ്ട.
ഓക്കെ? നീ തൽക്കാലം ഇപ്പം വീട്ടിൽ പോക്കോ. നാളെ മറക്കാതെ വരണേ. എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. അവനൊന്നും സംസാരിക്കാനില്ല. നീ ഇപ്പം വീട്ടിൽ പോ. എന്തിനാ? ഇവിടെ സിറ്റുവേഷൻ സേഫ് അല്ല. വീട്ടിൽ പോകാൻ നോക്ക്. എനിക്ക് പേടിയൊന്നുമില്ല. നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്? നിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ? ചെല്ല്. ഇനി ഇവിടെ കിടന്ന് കറങ്ങരുത്. എൻ്റെ വീട്ടിലോട്ടും വരരുത്. കേട്ടല്ലോ? പോ. ഇവിടെ അധികം നേരം നിൽക്കണ്ട. എനിക്കിവിടെ നിൽക്കാൻ പേടിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് പേടിയാണ്. തിരിച്ചു പോ. വെറുതെ എന്നെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാതെ. പോ ഇവാന. റോക്കി, ഞാൻ നിന്നോട് അവളോട് സോറി പറയാനല്ലേ പറഞ്ഞത്? വീണ്ടും വഴക്ക് പറയാനാണോ പറഞ്ഞത്? എന്തിനാ നീ അവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഇപ്പൊ അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലെറ്റർ നീ കാണുന്നുണ്ടോ? അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നീ വായിച്ചിട്ടുണ്ടോ? അവൾക്ക് അവളുടേതായ ലൈഫുണ്ട്. അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവർ അത് എടുക്കുന്നുമുണ്ട്. അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം ഇതെല്ലാം ചെയ്യുന്നവന് വേണ്ടത് ഞാൻ വേദനിക്കുക എന്നുള്ളതാണ്. നിന്നെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട് ധ്രുവ. ഞാനിപ്പോൾ ഒരു 100 കൂട്ടം പ്രശ്നത്തിനിടയിലാണ്. കർമ്മ എന്നൊന്നുണ്ട്. ഞാൻ ചെയ്ത് കൂട്ടിയതിൻ്റെതാ ഒരുപാട് നാളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേറൊരുവൻ ഒരു തെറ്റ് ചെയ്യാത്ത കുറേ പേരെ അവനും കിട്ടും, കിട്ടിയിരിക്കും. കർമ്മ കർമ്മ എന്നുള്ള ഒന്നുണ്ട്. Is it